നമസ്തേ. ഓം ശ്രീ ലളിതാംബികായ നമ. എല്ലാ ദേവീ ഭക്തന്മാർക്കും ആത്മാ പ്രണാമം. ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ, സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ നിലവിൽ 7 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അവസാന 4 വരികൾ നിർത്തിയത് സർവാരുണനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ വരെയുള്ള നാമങ്ങളാണ് നമ്മളെടുത്ത് നിർത്തിയത്. അടുത്ത വരികളുടെ സൂക്ഷ്മാർത്ഥം നമുക്കൊന്ന് ചിന്തിക്കാം. അടുത്ത വരി സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക. സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക. ഇവിടെ നമ്മൾ ബാഹ്യാർത്ഥത്തിൽ ലളിതാ പരമേശ്വരി താമസിക്കുന്ന താമസ സ്ഥലത്തെ പറ്റിയാണ് പറയുക. ഇപ്പം നമ്മളുടെ അഡ്രസ്സ് എന്ന് പറയുന്നൊരു കാര്യമില്ലേ, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? നമ്മൾ കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെയാണ് താമസിക്കുന്നത്? എറണാകുളത്ത് നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. അവിടെ ഇന്ന ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇന്നതാണ് അതിൻ്റെ ഫ്ലാറ്റ് നമ്പർ, അതിൻ്റെ പേര് ഇന്നതാണെന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ അഡ്രസ്സ് പറയാറുണ്ട് അല്ലേ, വീട്ടുപേര് അഡ്രസ്സ് പറയാറുണ്ട്. ബാഹ്യാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളിലെല്ലാം തന്നെ അമ്മ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള ബാഹ്യാർത്ഥമാണ് നമുക്ക് കാണാൻ സാധിക്കുക. സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക. ഈ പറഞ്ഞതുപോലെ സുമേരു പർവ്വതത്തിൻ്റെ മധ്യശിഖരത്തിലാണ് അമ്മ താമസിക്കുന്നത്. അമ്മ താമസിക്കുന്ന സ്ഥലം ഏതാണ്? സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിൽ, ആ മധ്യത്തിലുള്ള ഒരു ശിഖരത്തിൽ, ഒരു പർവ്വതത്തിലാണ് അമ്മ താമസിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരെന്താ? താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? ശ്രീമന്നഗരനായിക അല്ലേ. ശ്രീമൻ നഗരം എന്നാണ് ആ നഗരത്തിൻ്റെ പേര്. അവിടുത്തെ വീട്ടുപേരെന്താ? ദേവി താമസിക്കുന്ന വീട്ടുപേരെന്നെ അടുത്തതിൽ പറയാം, ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി എന്നുള്ളതാണ് അമ്മയുടെ വീട്ടുപേര്. അപ്പോൾ സുമേരു മധ്യത്തിൽ അമ്മ താമസിക്കുന്നു. ആ സുമേരു മധ്യത്തിലുള്ള ശ്രീമൻ നഗരത്തിലാണ് അമ്മയുള്ളത്. ആ ശ്രീമൻ നഗരത്തിൽ ചിന്താമണി എന്നുള്ള വീട്ടിലാണ് അമ്മ താമസിക്കുന്നത്. ഇതാണ് ബാഹ്യാർത്ഥം. സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥാം. ശരിക്കും സുമേരു മധ്യശൃംഗം എന്ന് പറയുന്നത് സൂക്ഷ്മാർത്ഥത്തിലേക്ക് വരുമ്പോൾ ഒരു സാധകൻ്റെ ഉള്ളിൽ കുണ്ഡലിനി ശക്തിയുടെ ഇരിപ്പിടമായിരിക്കുന്ന ബാഹ്യശരീരത്തിൽ നട്ടെല്ലിൻ്റെ സ്ഥാനം എന്ന് പറയും. ആ നട്ടെല്ലിനെയാണിവിടെ സുമേരു മധ്യമായിട്ട് നമ്മൾ പറയുന്നത്. ശ്രീമന്നഗരനായിക. ഈ നട്ടെല്ലിൽ നമ്മളുടെ ഇത് സ്ഥൂലത്തിൽ, സൂക്ഷ്മത്തിലേക്ക് പോയി കഴിയുമ്പോൾ സുഷുമ്നാ നാഡിയുടെ സ്ഥാനം, ഇടാപിംഗള സുഷുമ്നാ നാഡികളുടെ സ്ഥാനം ചക്രങ്ങളുടെ സ്ഥാനമാണ്. ഈ ലളിതാ സഹസ്രനാമം ശ്രീവിദ്യാ രഹസ്യമാണ്. അപ്പോൾ ശ്രീവിദ്യയുടെ ദിവ്യ നഗരമായിരിക്കുന്ന ശ്രീനഗരത്തിൻ്റെ അധിപതിയാണ് അമ്മ എന്നുകൂടി മനസ്സിലാക്കുക. ശരിക്കും മനസ്സിലാക്കണം. ഒരു സാധകൻ്റെ ഉള്ളിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 ശരീരങ്ങളുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇതിൽ സ്ഥൂല ശരീരമാണ് ഫിസിക്കൽ ബോഡി, നമ്മൾ ഈ കാണുന്ന രക്തവും മാംസവും എല്ലും മജ്ജയും ഒക്കെയുള്ള ഈ ഒരു ശരീരം. ഇതുകൂടാതെ ആസ്ട്രൽ ബോഡി, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നുണ്ട്. അത് പ്രകാശമാനമായ ശരീരമാണ്. പ്രാണമയ, മനോമയ, വിജ്ഞാനമയ കോശമെന്ന് പറയും. ഇതിനപ്പുറമായി മറ്റൊരു കാരണ ശരീരമുണ്ട്, ആനന്ദമയ കോശം എന്ന് പറയും. അപ്പോൾ ഇവിടെ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ശ്രീവിദ്യ എന്ന് വിളിക്കുന്ന മഹാവിദ്യയുടെ, ശാക്തേയ തന്ത്രത്തിലെ ഏറ്റവും ഉന്നതമായ ആത്മജ്ഞാനം നേടാൻ സഹായിക്കുന്ന വിദ്യയാണ് ശ്രീവിദ്യ. ആ ശ്രീവിദ്യയുടെ ദിവ്യ നഗരമായ ശ്രീമൻ നഗരത്തിൻ്റെ അധിപതിയായിട്ടാണ് ആരെ പറയുക? അമ്മയെ പറയുക. അവിടെ അമ്മ എവിടെയാണ് കുടികൊള്ളുന്നത്? ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താർമണി എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തരുന്ന മണി. നമ്മൾ സ്യമന്തകമണിയെപ്പറ്റി പുരാണത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൽപ്പവൃക്ഷം, കാമധേനു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പുരാണത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്നത് എന്തും വരമായി തരുന്ന ഒരു ചിന്താർമണിയാണ് അമ്മ ശ്രീ ലളിതാംബിക എന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിത്തരാൻ സാധിക്കുന്ന അമൂല്യമായ വിശേഷപ്പെട്ട അത്തരത്തിലുള്ള മണികൾ, അത്തരത്തിലുള്ള രത്നങ്ങളുണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതെല്ലാം പൂർണ്ണമാക്കുന്ന ചിന്താമണി രത്നത്താൽ നിർമ്മിതമായിരിക്കുന്ന
ദിവ്യമായ ഗൃഹത്തിന് അകത്ത് വസിക്കുന്നവളാണ് അമ്മ. ഇതിൻ്റെ തത്വം എന്ന് പറയുന്നത് ജീവൻ്റെ ഹൃദയഗുഹയിൽ നിത്യമായി വസിക്കുന്ന പരാശക്തി. അനാഹത മഹാപത്മമന്ദിരായേ നമോ നമ, അനാഹതാബ്ജ നിലയ വദനത്രയ സംയുത തുടങ്ങിയ നാമങ്ങളൊക്കെ നമ്മളതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. അതായത് നമ്മുടെ ഹൃദയമധ്യത്തിലാണ് അമ്മ കുടികൊള്ളുന്നത്, അനാഹതമാകുന്ന പത്മത്തിലാണ് അമ്മ കുടികൊള്ളുന്നത്. ആ ഹൃദയപത്മത്തിലാണ് ജീവൻ്റെ തുടിപ്പുള്ളത്. എല്ലാ ആത്മീയ അഭിലാഷങ്ങളും പൂർണ്ണമാക്കുന്ന അന്തർശക്തിയാണ് അത് പറയുക. അപ്പം നമ്മുടെ ഉള്ളിലാകുന്ന ചിന്താമണിയിൽ, നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ, ആ ഗൃഹത്തിൽ ആര് വസിക്കുന്നു? അമ്മ വസിക്കുന്നു. അപ്പം അമ്മയുടെ ഗൃഹത്തിൻ്റെ പേരെന്താ? ചിന്താമണി എന്നുള്ളതാണ്. ഇനി ആ ചിന്താമണി ഗൃഹത്തിൻ്റെ അകത്ത് അമ്മ എവിടെയാണ് വസിക്കുന്നത്? പഞ്ചബ്രഹ്മാസനസ്ഥിത. പഞ്ചബ്രഹ്മാസനസ്ഥിത. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വര, സദാശിവ എന്നീ 5 ബ്രഹ്മതത്വങ്ങളുടെ സിംഹാസനത്തിന് മുകളിൽ അതിനെ ഒരു ഇരിപ്പിടമാക്കിക്കൊണ്ട് വസിക്കുന്നവളാണ് അമ്മ എന്നാണ് പറയുക. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തുന്ന ശക്തിയാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ സ്ഥിതികാരകത്വമുള്ള ശക്തിയാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ ലയനം അല്ലെങ്കിൽ സംഹാരത്തിൻ്റെ ശക്തിയാണ്. ഈശ്വര എന്ന് പറഞ്ഞാൽ തിരോധാനത്തിൻ്റെ ശക്തിയാണ് ഈശ്വരൻ. സദാശിവൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ ശക്തിയാണെന്ന് പറയാം. നമുക്കിതൊന്ന് വളരെ വിശാലമായിട്ട് പറയേണ്ട ഒരു സംഗതിയാണ് ഈ പഞ്ചബ്രഹ്മാസനസ്തുത എന്ന നാമം. അതായത് ത്രിമൂർത്തി സങ്കല്പം നമുക്കറിയാം. ബ്രഹ്മ, വിഷ്ണു, മഹേശ. മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, മണിപൂരാന്ധരുധിത വിഷ്ണു ഗ്രന്ഥി വിഭേദിനി, ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. സഹസ്രനാമത്തിൽ തന്നെ ഇത്തരം വരികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം മൂലാധാരസ്ഥിതനായിക്കൊണ്ട് സൃഷ്ടി നടത്തുന്ന ശക്തി ബ്രഹ്മാവും, മണിപൂരത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി നടത്തുന്നത് വിഷ്ണുവാകുന്ന ശക്തിയും അല്ലേ. മണിപൂരാന്ധരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി, ആജ്ഞാചക്രാന്തരാളസ്ഥ. ആജ്ഞാചക്രത്തിൽ രുദ്രനായിക്കൊണ്ട് ലയനം സംഹാരം നടത്തുന്ന ശക്തിയും ഈ അമ്മ തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു, വിഷ്ണു സ്ഥിതി നടത്തുന്നു, രുദ്രൻ എന്ത് ചെയ്യുന്നു? സംഹരിക്കുന്നു, ലയിപ്പിക്കുന്നു. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് നമുക്കറിയാം. ഇനി ഇതിൽ തിരോധാനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അനുഗ്രഹം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതെന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ശരിക്കും തിരോധാനം എന്ന് പറയുക? തിരോധാനം എന്ന് പറഞ്ഞാൽ മറയ്ക്കൽ അല്ലെങ്കിൽ മറവിലാക്കൽ എന്നാണ് അർത്ഥം. ഒളിപ്പിക്കുക, ആവരണം ചെയ്യുക, മറയ്ക്കുക തുടങ്ങിയിരിക്കുന്ന അർത്ഥമാണ് അതിനുള്ളത്. അതായത് ജീവൻ്റെ യഥാർത്ഥ സ്വരൂപം, പരമാത്മാവ്, ശിവതത്വം, ബ്രഹ്മതത്വം താൽക്കാലികമായി മറയ്ക്കുന്ന ശക്തിയാണ് തിരോധാനം എന്ന് പറയുന്നത്. എന്താണ്? പരമാത്മാ സത്യത്തെ, നമ്മുടെ ഉള്ളിലുള്ള ശിവതത്വത്തെ അല്ലെങ്കിൽ ആ മഹാശക്തിയെ, പരാശക്തിയെ, ജീവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ താൽക്കാലികമായി മറയ്ക്കുന്ന ശക്തിയാണ് തിരോധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്, അപ്പോൾ കാർമേഘങ്ങൾ വന്ന് സൂര്യനെ താൽക്കാലികമായിട്ട് മറയ്ക്കാറില്ലേ? ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്, കാർമേഘങ്ങൾ വന്ന് ചന്ദ്രനെ താൽക്കാലികമായി മറയ്ക്കാറില്ലേ? അപ്പോൾ ആ ഒരു മറയ്ക്കലിനെ, ആ ഒരു ആവരണത്തെ, ആ ഒരു ഒളിപ്പിക്കലിനെയാണ് ഇവിടെ തിരോധാനം എന്ന് പറയുന്നത്. അതായത് ദേവി ചെയ്യുന്ന 5 പ്രവൃത്തികളിൽ 4ാമത്തേത് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അതായത് ഈ തിരോധാനത്തിൽ ജീവൻ താൻ തന്നെ ബ്രഹ്മമാണെന്ന സത്യം നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെടുന്നു. നിത്യ ആനന്ദസ്വരൂപരാണ് നമ്മളെന്ന സത്യം നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെടുന്നു. ഈശ്വരൻ്റെ ദിവ്യ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലെന്ന സത്യം നമ്മൾ മറന്നു പോകുന്നു. തൂണിലും തുരുമ്പിലും എന്നിലും നിന്നിലും പൂവിലും പുഴുവിലും സർവ്വതിലും ഉള്ളത് ആ ഈശ്വരീയ ചൈതന്യമാണ്, അഖണ്ഡതാബോധമാണെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകുന്നു. ഇതിനെയാണ് തിരോധാനം എന്ന് പറയുക. അതായത് മായ എന്ന് നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറയാം അല്ലേ. നമ്മൾ പലപ്പോഴും പറയാനുള്ള ഉദാഹരണമുണ്ട്. ഒരു മാണിക്യക്കല്ല് ഒരു ചാരത്തിൻ്റെ അകത്ത് കിടക്കുകയാണ്. വളരെ മൂല്യവത്തായ, വളരെയധികം പ്രഷ്യസ് ആയിരിക്കുന്ന, വളരെയധികം വിലപിടിപ്പുള്ളൊരു വസ്തുവാണ് മാണിക്യക്കല്ല്. പക്ഷെ അത് ചാരം പൂണ്ട് കിടക്കുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. എന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഈ മാണിക്യക്കല്ലിനേക്കാൾ വിലമതിപ്പുള്ള, അതിനേക്കാൾ മൂല്യവത്തായിരിക്കുന്ന, അതിനേക്കാൾ ചൈതന്യമുള്ള ഈശ്വരീയ ശക്തി മറഞ്ഞു കിടക്കുന്നു എന്നാണ് പറയുക. ഈ മറഞ്ഞു കിടക്കലിനെയാണ് നമ്മൾ മായ അല്ലെങ്കിൽ തിരോധാനം എന്ന് പറയുന്നത്. അപ്പോൾ താൻ ബ്രഹ്മമാണെന്ന സത്യം, നമ്മളെല്ലാം ബ്രഹ്മസ്വരൂപരാണല്ലോ, അത് മായയാൽ
ജന്മജന്മാന്തരങ്ങളായി മനസാ വാചാ കർമ്മണ നമ്മൾ ചെയ്ത തെറ്റുകളുടെ പാപങ്ങളുടെ അജ്ഞാനത്തിൻ്റെ ഫലമായി ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പല കാര്യങ്ങൾ, ഈശ്വരനെ അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം മായയാണ്. ആ മായ ഞാനെന്ന സത്യത്തെ മറയ്ക്കുന്നു. ഇത് കുറച്ച് ഡീപ്പായി പഠിക്കേണ്ട ഒരു വിഷയമാണ്, കുറച്ച് കട്ടിയാണ്. അതായത് ഞാൻ ബ്രഹ്മാനന്ദ സ്വരൂപനാണെന്ന സത്യം മറയുന്നു, ഞാൻ മാണിക്യക്കല്ലാണെന്ന സത്യം മറക്കുന്നു, ഞാൻ ചാരമാണെന്നാണ് നമ്മൾ വിചാരിക്കുക, ഞാൻ നിത്യമായ ആനന്ദ സ്വരൂപനാണെന്ന സത്യം നമ്മൾ മറന്നു പോകുന്നു, ഞാൻ ദിവ്യമായ ചൈതന്യമാണെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകുന്നു, ഞാൻ അഖണ്ഡതാബോധമാണെന്ന സത്യം നമ്മൾ മറന്നു പോകുന്നു. ഈ മറവിയെയാണ്, അല്ലെങ്കിൽ ഈ മറയ്ക്കലിനെയാണ് നമ്മൾ തിരോധാനം എന്ന് നമ്മൾ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. ഇത് ഈ ഒരു മറഞ്ഞു പോകുന്നത് ഈ പ്രപഞ്ച നാടകത്തിൻ്റെ ഭാഗമാണെന്നും പറയുന്നു. ഞാൻ ശരീരമാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഞാൻ മജ്ജയും മാംസവും ഒക്കെയുള്ള ഈ ശരീരം മാത്രമാണ്, എല്ലും തോലും ഒക്കെ ഉള്ളത്. ഇതിനപ്പുറമായി ഞാൻ ആത്മാവ് എന്ന ബോധം നമുക്കുണ്ടാകുന്നില്ല. ഞാനെന്ന ബോധമാണ് നമുക്കുള്ളത്, അഹംഭാവമാണ് നമുക്കുണ്ടാകുന്നത്, അല്ലേ? മനസാ വാചാ കർമ്മണ, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, വാക്കുകളിലൂടെ പറയുന്നു, കൈയും കാലും ഒക്കെ ഉപയോഗിച്ച്, ശരീരം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കർമ്മങ്ങൾ രൂപപ്പെടുന്നു. അതിലൂടെ നമ്മൾ ജനന മരണ ചക്രങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ലോകത്തിൻ്റെ പല അനുഭവങ്ങളുണ്ടാകുന്നു, പല ആഗ്രഹങ്ങളുണ്ടാകുന്നു, പല ഇമോഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ ഈശ്വര സ്വരൂപനാണ്, ആത്മസ്വരൂപിയാണ് എന്ന സത്യം മറന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോക വ്യവഹാരങ്ങളിൽ ബന്ധിതനായി പോകുന്നു. അപ്പോൾ ജീവന് ലോകം അനുഭവിക്കാൻ വേണ്ടിയുള്ള ദൈവീക മറയാണ് തിരോധാനം എന്നും പറയാറുണ്ട്. അപ്പോൾ ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഇതിനെയാണ് നമ്മൾ തിരോധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അനുഗ്രഹമാണ്. അനു പ്ലസ് ഗ്രഹം, അതാണ് അനുഗ്രഹം എന്ന് പറയാം. അടുത്തേക്ക് പിടിക്കുക, കരുണയോടെ സ്വീകരിക്കുക എന്ന് പറയും. അതായത് തിരോധാനത്താൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ടല്ലോ, ആ സത്യത്തെ വീണ്ടും വെളിപ്പെടുത്തി നമ്മളെ, ജീവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണ് നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത്. പഞ്ചകൃത്യത്തിലെ അഞ്ചാമത്തേതെന്ന് പറയും. അനുഗ്രഹത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ആ ദേവിയാകുന്ന അമ്മ പരാശക്തി നമ്മളുടെ അവിദ്യ നീക്കുന്നു, നമ്മളെ അഹങ്കാരം ക്ഷയിപ്പിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉദിപ്പിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ഭക്തിയെ വളർത്തുന്നു, നമുക്കൊരു ഗുരുവിനെ കാണിച്ചു തരുന്നു. ആ ഗുരുവിലൂടെ നമുക്ക് ആത്മസാക്ഷാത്കാരം, ആത്മബോധമുണ്ടാകുന്നു. ജീവൻ ഞാൻ ബ്രഹ്മം എന്ന് തിരിച്ചറിയുന്നു. അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, തത്വമസി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ മറയ്ക്കപ്പെട്ടതിനെ, മൂടിവെക്കപ്പെട്ടതിനെ, തിരോധാനം ചെയ്തതിനെ അനുഗ്രഹത്തിലൂടെ അമ്മ തന്നെ എന്ത് ചെയ്യുന്നു? നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇത് ധ്യാനിച്ച് പഠിക്കേണ്ട വിഷയമാണെങ്കിലും നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, എന്താണ് തിരോധാനമെന്നും എന്താണ് അനുഗ്രഹമെന്നും പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊന്ന് അതിനെ ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സൃഷ്ടി എന്ന് പറഞ്ഞാൽ ലോകം ഉണ്ടാക്കുന്നു, അത് ബ്രഹ്മാവാണ്. സ്ഥിതി എന്ന് പറഞ്ഞാൽ ലോകം നിലനിർത്തുന്നു, അതാരാണ്? വിഷ്ണു എന്ന ശക്തിയാണ്. സംഹാരം എന്ന് പറഞ്ഞാൽ അത് ലയിച്ചു പോകുന്നു, അതാരാണ്? രുദ്രനാണ്. തിരോധാനം എന്ന് പറഞ്ഞാൽ എന്താ? താൽക്കാലികമായി നമ്മുടെ ഉള്ളിലെ സത്യം മറയ്ക്കപ്പെടുന്ന അവസ്ഥ. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ആ സത്യം വെളിപ്പെടുത്തുന്നു, അല്ലെ? ഈശ്വരൻ നമ്മൾ പറഞ്ഞില്ലേ, പഞ്ചബ്രഹ്മാസന സ്ഥാനം നമ്മൾ പറഞ്ഞപ്പോൾ ആ പഞ്ചബ്രഹ്മാക്കളുടെ ഉള്ളിൽ നമ്മൾ ഓരോന്നിനെയും പറ്റി പറഞ്ഞു, അല്ലെ? ഈശ്വരൻ സദാശിവനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിലെ തിരോധാനം എന്ന കാര്യത്തെ നിയന്ത്രിക്കുന്നു. സദാശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു, മറയെ നീക്കി നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ സത്യത്തെ വെളിപ്പെടുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വര സദാശിവ. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഇത് വളരെ വളരെ ആഴത്തിൽ ചിന്തിച്ചു പോകേണ്ട സൂക്ഷ്മാർത്ഥമാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് പറയുമ്പോൾ ഈ 5 പ്രവർത്തനങ്ങളുടെയും മൂലകാരണമാണ് എന്ന അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. തിരോധാനം, അനുഗ്രഹം, ഇതെല്ലാം അമ്മയുടെ ലീലയാണ്, 2 മുഖങ്ങളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. തിരോധാനം എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്ന കരുണ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുന്ന കരുണ എന്നാണ് പൊതുവെ അതിനെപ്പറ്റി പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തത്വമസി, നീ അത് തന്നെയാകുന്നു, ബ്രഹ്മം തന്നെയാകുന്നു. എന്നാൽ സാധാരണ മനുഷ്യന് ഇത് അനുഭവം ഉണ്ടാകുന്നില്ല. കാരണം തിരോധാനാണ്, മായയാണ്, അജ്ഞാനമാണ്. അത് യഥാർത്ഥ ആത്മീയ സാധനകളിലൂടെ ആ മായ മറ നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അനുഗ്രഹം സംഭവിക്കുന്നു. ഞാൻ അതാണെന്ന ബോധം തെളിയുന്നു. അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മം എന്ന ബോധം നമ്മുടെ ഉള്ളിൽ വെളിവാകുന്നു. ഓക്കെ,
ഇതാണ് യഥാർത്ഥത്തിൽ ആ നാമത്തിൻ്റെ അർത്ഥം. ഇതിനി വളരെ ഡീപ്പായി ഇനിയും പറയാനുണ്ട്, ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. അടുത്തത് മഹാപത്മാടവി സംസ്ഥ കദംബവനവാസിനി. മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി. മഹാപത്മ അടവി, വനത്തിൽ താമസിക്കുന്നവൾ, അതായത് താമരപ്പൂക്കൾ നിറഞ്ഞ വനം. അവിടെ മൊത്തം താമരയാണ്. ആ താമര പൂക്കൾ നിറഞ്ഞ വനത്തിൽ താമസിക്കുന്നവളാണ് മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി. താമരപ്പൂക്കൾ നിറഞ്ഞ വനത്തിൽ എന്തുണ്ട്? കദംബ വനവാസിനി. കദംബ ചെടികളുമുണ്ട്, കദംബ മരങ്ങളുമുണ്ട്. അപ്പം താമരപ്പൂക്കളും കദംബച്ചെടികളും കദംബമരങ്ങളും വളർന്നിരിക്കുന്നതായ വനത്തിൽ കഴിയുന്നവളായ അമ്മ. ഇവിടെ ഈ താമരപ്പൂക്കളുടെ വനം എന്ന് പറയുന്നത് നമ്മളുടെ സഹസ്രാര പത്മത്തിൽ അല്ലേ, ഷഡ്ചക്ര നിരൂപണത്തിലേക്ക് ഷഡ്ചക്ര പഠനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകുന്ന 7ാം ചക്രമായിരിക്കുന്ന സഹസ്രാര, അത് 1000 താമരകളെന്നാണ് പറയുക. സഹസ്രാര പത്മം എന്ന് പറയും. ശിവബോധത്തിൻ്റെ തലം. മൂലാധാരത്തിലെ ശക്തി 6 ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിൽ ശിവനുമായി ലയിക്കും. ശിവകാമേശ്വരാംഗസ്ഥയായ ദേവി അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ മഹാപത്മവനം എന്ന് പറഞ്ഞാൽ ദിവ്യമായ താമര. അതെന്താണ്? സഹസ്രാര പത്മമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തതിൽ നമ്മൾ പറഞ്ഞു കദംബവനവാസിനിയാണ് ദേവി. കദംബവനത്തിൽ വസിക്കുന്നവളാണ് ദേവി. കദംബവനം എന്ന് പറഞ്ഞാൽ മാധുര്യവും ശൃംഗാരവും കരുണയും ഒരുമിക്കുന്ന സൗന്ദര്യ ശക്തിയാണ് കദംബം അല്ലെ. കദംബപ്പൂവിന് വല്ലാത്ത ആകർഷണമുണ്ടെന്നാണ് പറയുക. ആകർഷിക്കാനുള്ള കഴിവുണ്ട്, മാധുര്യമുണ്ട് എന്നതുപോലെ അമ്മയുടെ സ്ഥായിയായ ഭാവങ്ങൾ മാധുര്യവും ശൃംഗാരവും കരുണയും ഒരുമിക്കുന്ന സൗന്ദര്യ ശക്തി, അതാണ് കദംബവനവാസിനി എന്ന അമ്മയെ വർണ്ണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ദേവി എവിടെ കൂടി കുടികൊള്ളുന്നവളാണ്? സുധാസാഗര മധ്യസ്ഥ. സുധാസാഗര മധ്യസ്ഥ. സുധാ അമൃതം, സാഗരം സമുദ്രം, അമൃത സമുദ്രത്തിന് നടുവിൽ കുടികൊള്ളുന്നവളാണ് അമ്മ. സുധാസാഗരം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സഹസ്രാരത്തിൽ ഉള്ള അമൃത ബിന്ദുകല എന്ന് പറയും. കുണ്ഡലിനി യോഗശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അമൃതധാര ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദിവ്യമായ ജ്ഞാനമുണ്ടാകുന്നത്, ആത്മജ്ഞാനമുണ്ടാകുന്നത്, ആ ഒരു തലത്തെപ്പറ്റി തന്നെയാണ് ഇവിടെ പറയുന്നത്. അനശ്വരമായ ആത്മചൈതന്യത്തിൻ്റെ, ആത്മാനന്ദത്തിൻ്റെ, ശിവബോധത്തിൻ്റെതായ ഇരിപ്പിടം, അതാണ് സുധാസാഗര മധ്യസ്ഥ. അപ്പം സഹസ്രാരത്തിൽ സുധാസാഗര മധ്യത്തിലിരിക്കുന്നവളാണമ്മ. സാധകൻ്റെ ഉള്ളിൽ സഹസ്രാര പത്മത്തിൽ അനശ്വരമായ ആനന്ദ ചൈതന്യമായി വിളങ്ങുന്ന അമ്മ. അതിനെയാണ് ഇവിടെ പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. സുധാസാഗര മധ്യസ്ഥ. എല്ലാം കുണ്ഡലിനി യോഗ രഹസ്യങ്ങളാണ് ഇതിൽ പറയുക. അപ്പോൾ നമ്മൾ ദേവിയുടെ ആ ഒരു ആദ്യ വർണ്ണന മുതൽ നമ്മളുടെ മനസ്സിലേക്ക് വരണം അല്ലേ. സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. ഇനി ആ ദേവി മഹാപത്മാടവി സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ. സുധാസാഗര മധ്യസ്ഥ. അപ്പം നമ്മൾ ദേവിക്ക് നമ്മളൊരു ലെറ്റർ ഇടുമ്പോൾ എങ്ങനെ ഇടും? സുമേരുമധ്യശൃംഗം അല്ലേ അല്ലേ, അതാണ് രാജ്യം. സുമേരുമധ്യശൃംഗം എന്ന രാജ്യം ഒന്ന് ഒരു ഉപമയോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. അവിടെ ശ്രീമൻ നഗരം, അതാണ് ദേവി താമസിക്കുന്നത്. ചിന്താമണി എന്ന് പറയുന്ന വീട്. ഇപ്പോൾ ശ്രീ ലളിതാ പരമേശ്വരി, ചിന്താമണി വീട്, ശ്രീമൻ നഗരം PO, പിന്നെ നമ്മൾ പറയുന്ന ആ സുമേരു മധ്യ ശൃംഗം ആകുന്ന രാജ്യം. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത നാമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കാമാക്ഷി, സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി. കാമാക്ഷി, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. അക്ഷി എന്ന് വെച്ചാൽ നേത്രം. കാമാക്ഷി, ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ സൃഷ്ടിശക്തി എന്നും കാമത്തിന് അർത്ഥമുണ്ട്. സൃഷ്ടിക്ക് കാരണമാകുന്ന ശക്തിയും കാമമാണ് അല്ലെ. ഒന്നിനെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാമം ഉണ്ടാകണം. ഒന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനോട് നമുക്ക് ആഗ്രഹം ഉണ്ടാകണം.
അപ്പോൾ സൃഷ്ടി നടത്തുന്ന ശക്തിയും ഒന്ന് നമ്മളിലേക്ക് എത്തിക്കുന്ന ആഗ്രഹത്തിനുതകുന്ന ശക്തിയും കാമം എന്ന ശക്തിയാണ്. അപ്പോൾ ലോക സൃഷ്ടിയുടെ മൂലപ്രേരണയായ ശക്തി ഈ കാമമാണ്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ഇതിൽ നിന്നാണെന്നാണ് പറയുക. അപ്പോൾ ആ കാമശക്തിയെ, ആഗ്രഹത്തിൻ്റെ ശക്തിയെ, സൃഷ്ടിശക്തിയെ നേത്രങ്ങളിൽ ധരിച്ചവളാണ് ദേവി എന്നാണ് അവിടെ അർത്ഥം. കാമാക്ഷി. നമ്മൾ ദർശനശാസ്ത്രങ്ങളിലേക്ക് വരുമ്പോൾ ധർമാർത്ഥ കാമ മോക്ഷം എന്ന് പറയും. ഇതിനെ പുരുഷാർത്ഥ ജീവിത ദർശനം എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും സന്യാസിമാരായി പോകേണ്ടതല്ല. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും സന്യാസിയായി പോകണമെന്ന് നമ്മുടെ സനാതനധർമ്മത്തിൽ പറയുന്നില്ല. നമ്മൾ യഥാവിധി ഉപാസനകളൊക്കെ ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് മോക്ഷത്തിലേക്ക് പോകണം എന്നാണ് പറയുക. അതാണ് നമ്മൾ അർത്ഥം എന്ന് വെച്ചാൽ എന്താ, സമ്പത്ത്. അത് ധർമാനുസൃതമായി കർമ്മം ചെയ്ത് സമ്പാദിക്കണം. അതുകൊണ്ട് നമ്മളുടെ കാമം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം? മോക്ഷത്തിലേക്ക് പോകണം. ഇതാണ് ഗൃഹസ്ഥാശ്രമിക്ക് പറഞ്ഞിട്ടുള്ളത്. അർദ്ധകാമങ്ങൾ ധർമാനുസൃതമായി മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ജീവിതചര്യ. ഇതാണ് പുരുഷാർത്ഥ ജീവിത ദർശനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അമ്മ എന്താണ്? കാമാക്ഷിയാണ്. ആഗ്രഹങ്ങൾ തേടിത്തരുന്നവളാണ് അമ്മ. ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അനുഗ്രഹ രൂപേണ നൽകുന്നവളാണ് അമ്മ. ഈ ലോക സൃഷ്ടിയുടെ മൂലപ്രേരണയായ ശക്തിയാണ് അമ്മ. ആ അമ്മയെ കാമാക്ഷി എന്ന് പറയുന്നു. അടുത്ത വരി കാമദായിനി. കാമദായിനി എന്ന് വെച്ചാൽ കാമത്തെ ദാനം ചെയ്യുന്നവൾ, ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നൽകുന്നവൾ, ഭക്തരുടെ സത്കാമങ്ങൾ നൽകുന്നവൾ എന്ന് വെച്ചാൽ ആത്മീയമായ ഭക്തൻ്റെ എല്ലാവിധത്തിലുള്ള അഭിലാഷങ്ങളും പൂർണ്ണമാക്കുന്ന, അതിനനുകൂലമായ അനുഗ്രഹം നൽകുന്നവളായ ദേവിയെ കാമദായിനി എന്ന് പറയുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും അമ്മ നേടിത്തരും. പുരുഷാർത്ഥങ്ങളെല്ലാം നേടിത്തരുന്ന മഹാശക്തിയാണ് അമ്മ എന്ന് അവിടെ അർത്ഥം. കാമദായിനി എന്ന് പറയും. അടുത്ത വരിയിലേക്ക് പോയാൽ ദേവർഷീഗണസംഘാത സ്തൂയമാനാത്മവൈഭവ. ദേവർഷീഗണസംഘാത സ്തൂയമാനാത്മവൈഭവ. ദേവർഷി ഗണസംഘാത, ദേവന്മാരും മഹർഷികളും സംഘാതം എന്ന് വെച്ചാൽ ദേവന്മാരുടെയും മഹർഷികളുടേതുമായിരിക്കുന്ന ആ സംഘാതം, കൂട്ടം. സ്തൂയമാനാത്മവൈഭവ, സ്തുതിക്കുന്ന മഹിമയുള്ളവളായ ദേവി. അതായത് സർവ്വലോകങ്ങൾക്കും വന്ധ്യയായ പരാശക്തി. മനുഷ്യലോകവും ദേവലോകവും ഋഷിലോകവും എല്ലാം അമ്മയെ സ്തുതിക്കുന്നു. കാരണം അമ്മയാണ് സർവ്വതും. അങ്ങനെയുള്ള ദേവർഷികളാൽ സ്തുതിക്കപ്പെടുന്ന വന്ധ്യയായിരിക്കുന്ന പരമശക്തിയെ, ആ ശക്തിയാണ് ദേവർഷീഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ എന്ന വരിയിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പം നമുക്ക് ഈ നാമങ്ങളിൽ നമുക്ക് നിർത്താം. അപ്പം നമ്മളിന്ന് ചൊല്ലി പഠിച്ച് സൂക്ഷ്മാർത്ഥ വിചിന്തനം ചെയ്തത്, അതിൽ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന നാമമാണ് കുറച്ച് വിശദീകരിച്ചത്, തിരോധാനം, അനുഗ്രഹം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി. അപ്പം നമുക്കതൊന്ന് ചൊല്ലാം. ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷീഗണസംഘാത സ്തൂയമാനാത്മവൈഭവ. തുടർഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. നമസ്തേ. ഓം ശ്രീ ലളിതാംബികായേ നമഃ.